കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോടതിയിൽ ഹാജരാകണം. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ 28 പ്രതികൾക്കും കലൂർ PMLA കോടതി സമൻസ് നൽകിയിരുന്നു. മെയ് 26-നാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ആകെ 83 പ്രതികളാണുള്ളത്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും AC മൊയ്തീനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള ആവശ്യം വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്താണ് ഇതുമായി സംബന്ധിച്ച്? ദേവിക, രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 28 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രമുഖ നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് നേരത്തെ തന്നെ നേരിട്ട് ഹാജരാകാനായിട്ട് PMLA കോടതി സമൻസ് അയച്ചിരുന്നു. എന്തായാലും ഇന്ന് ഈ കലൂർ PMLA കോടതിയിൽ ഹാജരായി എല്ലാ പ്രതികളും ജാമ്യം നേടണം. ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. CPM തന്നെ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നു. 68-ാം പ്രതിയായിരുന്നു CPM പാർട്ടി. പിന്നീട് 67-ാം പ്രതിയാണ് ഈ പറയുന്ന AC മൊയ്തീൻ, മുൻ മന്ത്രി കൂടിയും ഒപ്പം തന്നെ CPM-ന്റെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AC മൊയ്തീൻ. 69-ാം പ്രതിയാണ് MM വർഗീസ്. കെ രാധാകൃഷ്ണൻ MP എന്ന് പറയുന്നത് 70-ാം പ്രതിയാണ്. ഇത്തരത്തിൽ സംസ്ഥാന തലം വരെ, ഏകദേശം ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള CPM-ന്റെ എല്ലാ നേതാക്കളും 8 നേതാക്കളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അത് വലിയ രീതിയിൽ CPM എന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഈ പറയുന്ന 28 പ്രതികളും ഈ PMLA കോടതിയിൽ ഹാജരായിക്കൊണ്ട് ജാമ്യം നേടണം. ഒപ്പം തന്നെ ഈ പ്രതികൾക്കെല്ലാം രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ പകർപ്പും അതോടൊപ്പം തന്നെ ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ പകർപ്പും കോടതി നിയമാനുസൃതം നൽകുക തന്നെ ചെയ്യും. 25,000 പേജുകളാണ് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉള്ളത്. 5,000 പേജുകൾ ഉൾപ്പെടുന്നതാണ് രണ്ടാം ഘട്ട കുറ്റപത്രം. അതോടൊപ്പം തന്നെ CPM-ന്റെ പുറത്തുശ്ശേരി, നോർത്ത്, സൗത്ത് ലോക്കൽ സെക്രട്ടറിമാരും ഇന്ന് ഹാജരാകേണ്ടതുണ്ട്. ഇവരും ഈ പറയുന്ന രണ്ടാം ഘട്ട കുറ്റപത്രത്തിലാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ കുറ്റപത്രം കൃത്യമായിട്ട് അത് സമർപ്പിക്കാനായിട്ട് EDക്ക് സാധിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കണ്ടൽ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED 1 കോടി രൂപയുടെ കണ്ടെടുത്ത സ്വത്തുവകകൾ അത് ബാങ്കിന് കൈമാറിയിരുന്നു. പക്ഷേ കരുവന്നൂർ കേസിൽ യാതൊരു തരത്തിലുമുള്ള അനുകൂല സമീപനം ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതി ED തുടരുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്കിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 28 പ്രതികളും ഇന്ന് കോടതി മുന്നിൽ ഹാജരായിക്കൊണ്ട് ജാമ്യം നേടേണ്ടത്. എന്തായാലും അതിനുശേഷമായിരിക്കും മറ്റ് വിചാരണ നടപടികൾ, മറ്റു കാര്യങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ അന്തിമമായിട്ടുള്ള നിയമാനുസൃത നടപടികളും പൂർത്തീകരിക്കുക. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ എല്ലാ പ്രതികളും ഹാജരാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ദേവിക. ശരി രേഷ്മ.